ജിബിൻ, അത്യന്തം വേദനാജനകം. അത് നമുക്ക് വിവരിക്കാൻ വാക്കുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വണ്ണം അങ്ങേയറ്റത്തെ ഒരു അന്തരീക്ഷമാണുള്ളത്. ദുഃഖം തളം കെട്ടി കിടക്കുന്നു. അരുൺ ബാബുവിനെ സംബന്ധിച്ചോളം ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ച് അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയ മനുഷ്യനാണ്. ഭാര്യ, അമ്മ, സഹോദരൻ, ഇവരുടെയൊക്കെ വേദനകൾ എങ്ങനെ വിവരിക്കാം? ഇനിയുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ചിതയിലേക്ക് ഭൗതിക ശരീരം, മൃതശരീരം കൊണ്ടുവയ്ക്കും. വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഈ അരുൺ ബാബുവിന്റെ നെടുമങ്ങാട് പനക്കീട് കുര്യാട്ടിയിലുള്ള വസതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുൺ ബാബുവിന് രണ്ട് മക്കളാണ്, രണ്ട് പെൺകുട്ടികളാണുള്ളത്. 13 വയസ്സായ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ വേറെ 3 വയസ്സായ ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് നേരത്തെ ഈ അരുൺ ബാബുവിന്റെ ഭാര്യ വീട്ടിലാണ് ആദ്യം മൃതദേഹം കൊണ്ടുവന്നത്. അരുൺ ബാബുവിന്റെ ഭാര്യയുടെ വട്ടപ്പാറയുള്ള വസതിയിലേക്കാണ് ആദ്യം മൃതദേഹം കൊണ്ടുവന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം അച്ഛന്റെ മൃതശരീരമാണ് ഈ ഒരു പെട്ടിക്കുള്ളിൽ എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാതെ അവിടെ നിൽക്കുന്ന ഒരു 3 വയസ്സുകാരിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് അതായത് ഈ അരുൺ ബാബു കഴിഞ്ഞ ഒരു 7 മാസം മുമ്പാണ് അവസാനമായി ഈ നാട്ടിലേക്ക്, വിദേശത്തേക്ക് തിരികെ മടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ പോലും കുട്ടിയെ സ്വന്തം അച്ഛനെ പോലും തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല. ഈ ഒരു പ്രായത്തിലാണ് ഇപ്പോൾ അച്ഛന്റെ മൃതശരീരം പോലെ ആ ഒരു കുട്ടിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോലും തന്റെ അച്ഛനാണ് അല്ലെങ്കിൽ അച്ഛന്റെ മൃതശരീരമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട വാഴമുട്ട സ്വദേശി മുരളീധരൻ നായരുടെ മൃതദേഹം സംസ്കാരത്തിനായി എടുക്കുന്നു. മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സംസ്കാരത്തിനായി ചിതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 32 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഗൃഹനാഥനാണ്. വീട്ടുകാരെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം, തീരാനാവാത്ത, ഉണങ്ങാനാകാത്ത മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഇപ്പോൾ കുടുംബങ്ങൾക്ക്. അങ്ങനെ അനാഥമാകുന്ന ഒരുപാട് പേർ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രം, ദുരന്തത്തിന്റെ അവശേഷിപ്പ് അതാണ്. അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എല്ലാ ചടങ്ങുകളും പൂർത്തിയായോ? മുരളീധരൻ നായരുടെ മൃതദേഹം കൂടി അഗ്നി ഏറ്റുവാങ്ങുകയാണല്ലേ? നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 പുറപ്പെട്ട ആംബുലൻസ് ഏറെക്കുറെ 130 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 4:20 വാഴമുട്ടത്തെ അദ്ദേഹത്തിന്റെ വീടിന് സമീപം എത്തുന്നത്. തുടർന്ന് മൃതശരീരം അടക്കം ചെയ്യപ്പെട്ട പെട്ടിയുടെ മേൽമൂടി നീക്കിയ ശേഷം ആദ്യം കുടുംബാംഗങ്ങൾക്ക് കാണുന്നതിനായും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായും വീടിനുള്ളിലേക്കാണ് മാറ്റിയത്. ഏറെക്കുറെ 5 മിനിറ്റ് സമയം മാത്രമേ വീടിനുള്ളിൽ വെച്ചിരുന്നുള്ളൂ. ഭാര്യ ഗീത, മക്കളായ ഗിരീഷ്, ഗ്രീഷ്മ എന്നിവർ ഈ ഘട്ടത്തിൽ അലമുറയിട്ട് കരയുകയും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അവരെ ആശ്വസിപ്പിക്കാൻ അടുത്ത ബന്ധുക്കൾക്ക് പോലും കഴിയാതാവുകയായിരുന്നു. തുടർന്ന് പൊതുദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മൃതശരീരം മാറ്റി. ഏറെക്കുറെ 1 മണിക്കൂർ സമയം മാത്രമാണ് മൃതശരീരം പൊതുദർശനത്തിന് ആയി വെച്ചിരുന്നത്. എന്നാൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടായിരുന്നു. ഒടുവിൽ ശവസംസ്കാരത്തിന് തൊട്ടു മുൻപായുള്ള പ്രാർത്ഥന കൂടി പൂർത്തിയാക്കി ഇപ്പോൾ വീടിന് പിൻവശത്ത് ചിതയിലേക്ക് മൃതശരീരം എത്തിച്ചിരിക്കുകയാണ്. മകൻ ഗിരീഷാകും പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും പൂർത്തിയാക്കിയ ശേഷം ചിതയ്ക്ക് തിരികൊളുത്തുക. നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. MLA മാരുണ്ട്, സർക്കാരിനെ പ്രതികരിച്ച് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, പോലീസ് മേധാവിക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചത് SP ആണ്. അങ്ങനെ നാടിന്റെ 4 മേഖലയിൽ നിന്നുള്ള ആളുകളുടെ അന്തിമോപചാരവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രവാസ ജീവിതത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ മുരളീധരൻ നായർ വിടവാങ്ങുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവസാനഘട്ട പ്രാർത്ഥനകളും ചടങ്ങുകളും കൂടി പൂർത്തിയാക്കി മൃതശരീരത്തിന് അതിലേക്ക് അഗ്നി പകരും. വലിയൊരു അളവിലുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. പ്രധാനപ്പെട്ട കാരണം അതിരാവിലെ തന്നെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിൽ എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി മൃതശരീരം വീട്ടിലെത്തിക്കാനും ഉച്ചയോടടുപ്പിച്ച് സംസ്കരിക്കാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിവരമറിഞ്ഞ് വിദൂരങ്ങളിൽ നിന്നുള്ള ബന്ധുജനങ്ങളടക്കം രാവിലെ തന്നെ എത്തിയിരുന്നു. എന്നാൽ 10:00 ശേഷമാണ് 10:00 മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനാ വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത്. പിന്നീട് ഏറെക്കുറെ 2 മണിക്കൂർ സമയം കൂടി പിന്നിട്ട ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ മൃതശരീരം പുറപ്പെടുകയും ചെയ്തത്. എല്ലാ മൃതശരീരങ്ങളും, അതായത് ജില്ലയിൽ നിന്നുള്ള 6 പേരുടെ മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്ക് ജില്ലാ അതിർത്തിയായ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഇടിഞ്ഞില്ലത്ത് ആണ് പ്രത്യേകമായി ജില്ലാ
ഭരണകൂടത്തിന്റെ പ്രതികളടക്കം പ്രത്യേകം തയ്യാറായി അവർ ഏറ്റുവാങ്ങുകയായിരുന്നു. പിന്നീട് ബന്ധുജനങ്ങൾക്ക് കൈമാറുകയും പിന്നീട് അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. 6 പേരുടെ മൃതശരീരം ജില്ലയിലെത്തിയെങ്കിൽ അതിൽ പി വി മുരളീധരൻ നായരുടെ മൃതശരീരം മാത്രമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. ആകാശ് എസ് നായർ, പത്തനംതിട്ട പന്തള സ്വദേശി, അദ്ദേഹത്തിന്റെ മൃതശരീരം എടപ്പോളിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് മൃതശരീരം വീട്ടിലെത്തിച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കും. പേപ്രാൾ സ്വദേശിയായിട്ടുള്ള തോമസ് ഉമ്മന്റെ മൃതശരീരം ഞായറാഴ്ച വീട്ടിൽ എത്തിച്ച ശേഷം മൊബൈൽ മോർച്ചറിയിൽ പ്രത്യേകമായ ക്രമീകരണത്തോടുകൂടി സൂക്ഷിക്കുകയും തുടർന്ന് തിങ്കളാഴ്ച സംസ്കരിക്കുകയും ചെയ്യും. മരണമടഞ്ഞവരുടെ കൂട്ടത്തിലുള്ള മറ്റ് എല്ലാവരുടെയും മൃതശരീരം സംസ്കരിക്കുന്നതും തിങ്കളാഴ്ച ദിവസമാണ്. തീർത്തും വലിയ ഒരു നഷ്ടമാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിട്ടും അടുത്ത ബന്ധുജനങ്ങളെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മണിക്കൂറുകൾക്ക് മുൻപ് പോലും കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ മൊബൈൽ ഫോണിലൂടെയും ഒക്കെ തന്നെ സംസാരിച്ചിരുന്ന ആളുകൾ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നേരം പുലർന്നോടുകൂടിയും ഒരു വലിയ അപകടത്തിന്റെ വാർത്ത വരികയും അതിൽ ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ള വാർത്തയൊക്കെയാണ് ബന്ധുജനങ്ങളെ അവർക്കൊക്കെ തന്നെ വലിയ ആഘാതം ഉണ്ടാക്കിയ വിഷയമായി മാറിയിട്ടുള്ളത്. എന്തായാലും വർഷങ്ങളോളം പ്രവാസ ജീവിതത്തിലായിരുന്ന പലർക്കും ജീവിതത്തിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ ലക്ഷ്യതൊക്കെ തന്നെ അവശേഷിപ്പിക്കുന്നത് അവരുടെ സ്വപ്നങ്ങളാണ്. വീടെന്ന വലിയ സ്വപ്നം, വിവാഹം, കുടുംബജീവിതം എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങൾ, സഹോദരങ്ങളുടെ ജീവിതത്തിലെ മെച്ചപ്പെട്ട അവസ്ഥ, ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുപോയ ആളുകൾക്ക് അതിൽ പലർക്കും അവരുടെ സ്വപ്നങ്ങളൊന്നും പൂർണ്ണമായി സാക്ഷാത്കരിക്കാനാകാതെ എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അപകടത്തിൽപ്പെട്ട ജീവഹാനി സംഭവിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം, വേദന, വിടവ് എന്നിവയൊക്കെ തന്നെ മാറണമെങ്കിൽ ഏറെ ദിവസത്തെ കാത്തിരിപ്പ് തന്നെ വേണ്ടിവരും. അങ്ങനെയുള്ള വലിയ ആഘാതത്തിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ വേഗത്തിൽ കഴിയട്ടെ. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാനാകൂ. തീർച്ചയായും ശ്രീ കെ അബിലാൽ പറഞ്ഞതുപോലെ വിലപിക്കുന്നവർക്ക്, കാരണം തീരാത്തൊരു മുറിവാണ്, ഒരിക്കലും ഉണങ്ങാൻ പ്രയാസമുള്ള മുറിവ്, അവരെ എങ്ങനെ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുമെന്ന് അറിയില്ല. അവർക്ക് സർവേശ്വരൻ ആ കരുത്ത്, സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. കാരണം ഒരു നൂലിൽ സ്വപ്നങ്ങൾ മുത്തുമണികളെ പോലെ കോർക്കുന്നത് പോലെ ഓരോരോ വരവിലും ഓരോരോ സ്വപ്നങ്ങൾ അത് തീർക്കുന്നു. പിന്നീട് പുതിയ ഉത്തരവാദിത്വമായി വിമാനം കയറുന്നു പ്രവാസ ലോകത്തേക്ക്. അധിക നാളുകൾ ആ ഭൂമിയിൽ ഈ ഉറ്റവർക്കൊപ്പം അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള നാളുകൾ സഹോദരങ്ങൾക്കും മക്കൾക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊക്കെ ഒപ്പം ചെലവഴിക്കാമെന്ന് ചിന്തിച്ചിറങ്ങിയ ആളുകളാണ് ഇന്നിപ്പോൾ അഗ്നി ഏറ്റുവാങ്ങി ഒരു ചാരമായി ഈ ഭൂമിയിൽ അസ്തമിച്ച് പോകുന്നത്.